ഞങ്ങളൊരു മുന്നണി സംവിധാനമാണ്. മുന്നണി സംവിധാനം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ പല വിട്ടുവീഴ്ചകളും നടത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അത് ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൂടാ എന്നില്ല. ആവശ്യങ്ങൾ ഉന്നയിച്ചാലും അത് പരിഹരിക്കപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകളും മറ്റും ഞങ്ങൾ നടത്തും. അതിന് പകരമായി അവർ ഇങ്ങനെ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ അവരിങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ ലീഗിന് അധിക സീറ്റ് അർഹതയുണ്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്തരത്തിൽ ഓരോ ആളുകളെക്കുറിച്ചും അവർക്ക് എത്ര സീറ്റിന് അർഹതയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് എത്ര സീറ്റിന് അർഹതയുണ്ട് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒത്തുചേർന്നിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആവശ്യം എന്തായാലും പരിഗണിക്കും. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ നിങ്ങളങ്ങനെ പറയുന്നുവെങ്കിലും ലീഗ് ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. അതിൻ്റെ തീരുമാനങ്ങൾ ഏത് തരത്തിൽ വരും എന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. ഒരു കാര്യമുള്ളത്, ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എടുത്തൊരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് നിലവിലെ MLA-യുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടപടിയെടുത്ത് അടക്കം മാറ്റിയെടുത്ത സാഹചര്യമാണ്. അപ്പോൾ അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം തരുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി ഉണ്ടാവുമോ? എങ്ങനെയാണതിൽ? ഇല്ല, അത് ഞങ്ങളുടെ സീറ്റ് നിർണയ ചർച്ചകൾ മറ്റൊന്നും ഇതുവരെയും ഞങ്ങൾ നടത്തിയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അത്തരം കാര്യങ്ങൾ വരുന്ന അവസരത്തിൽ ഞങ്ങൾ ആ കാര്യങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. പാലക്കാട് മറ്റൊരു MLA ഉണ്ടാവും, അതായത് രാഹുൽ ഇനി വീണ്ടും സ്ഥാനം മത്സരിക്കില്ല. അല്ല, അത്തരം കാര്യങ്ങൾ ഞാനിപ്പോൾ തൽക്കാലം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അത് കൂട്ടായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ. നിലവിൽ ഈ കോർ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള PJ കുര്യൻ പറഞ്ഞിരിക്കുന്നത്, ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം ഒരു അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു അഭിപ്രായത്തിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാഹുൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ PJ കുര്യനെ തള്ളിയിരിക്കുകയാണ്. രാഹുൽ പാർട്ടിക്ക് പുറത്താണ്, രാഹുൽ മത്സരിക്കില്ല എന്നുള്ളത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വളരെ മുതിർന്ന നേതാക്കന്മാരാണ്. ആ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലയിൽ അവരൊക്കെ അഭിപ്രായങ്ങൾ പലതും പറയാറുണ്ട്. ആ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ മറുപടി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഞങ്ങളുടെ കമ്മിറ്റികൾ, അതുപോലെ മുതിർന്ന നേതാക്കന്മാർ, അങ്ങനെയുള്ള ആളുകൾ ആലോചിച്ചുകൊണ്ട് എന്താണെന്ന് തീരുമാനമെടുക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഒറ്റ കാര്യം കൂടി, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഭയങ്കര നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ MP-മാരെ മത്സരിപ്പിക്കണമെങ്കിൽ അങ്ങനെ പ്രത്യേകമായ ഇളവ് നൽകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആലോചിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മത്സരിപ്പിക്കാൻ തയ്യാറാകുമോ? ഇല്ല, അത് ഞാനല്ല അതിന് മറുപടി പറയേണ്ടത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാറുള്ളത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോൾ ജയസാധ്യത പരിഗണിച്ചുകൊണ്ട് MP-മാർ മത്സരിക്കാൻ സാധ്യതയില്ലേ? അല്ല, അത് തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമാണ് അതിന് അന്തിമമായി വരാൻ പോകുന്നത്. അന്തിമമായ തീരുമാനം അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ എങ്ങനെയാണ്? ആവശ്യമെങ്കിൽ MP-മാരെ മത്സരിപ്പിക്കാമെന്നാണോ? അല്ല, പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഞാനിപ്പോൾ നടത്തുന്നത് ശരിയല്ല. ഇനിയിപ്പോൾ 2-3 മാസക്കാലം കൂടെ ഉണ്ട്. അപ്പോൾ ആ 2-3 മാസക്കാലം തെരഞ്ഞെടുപ്പിനുണ്ട് എന്നുള്ളത് കൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ അല്ല ഞാൻ വർത്തമാനം പറയേണ്ടത്. അതെല്ലാം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള വർത്തമാനങ്ങൾ മാത്രമാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറയേണ്ടിയിരിക്കുന്നത്. അല്ല, ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ UDF-മായി ബന്ധപ്പെട്ടുള്ള ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ വലിയ താമസമില്ലാതെ ഞങ്ങൾ പൂർത്തീകരിക്കും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകും. അല്ല, ഞാൻ പറയാം, എന്നോടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്, അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പറയാം. ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അത് കണ്ടെത്തുന്നതിന് വേണ്ടി എവിടെ പോയി, എങ്ങനെ പോയി എന്നതിനെക്കുറിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുന്നത്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെയും അത്തരം കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായി പോയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ അത് പൂർണ്ണമാണോ എന്നതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട്. എങ്കിലും അവർ കൊടുക്കുന്നത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ളത് കൊണ്ട്
അത് കോടതിയുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ അവർ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരും അത് ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തപ്പെടേണ്ടതാണ്.